ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഈ ജീവിതം ഒരു സമര പോരാട്ടമല്ലേ? തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടം. വിജയം വരിക്കണ്ടേ? സുവിശേഷം ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തില് വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. 7-ാം തിരുവചനം. ദൈവം ഭക്ഷിക്കാൻ സ്വയം നമുക്ക് തന്നാൽ നാം ദൈവത്തെ കൊണ്ട് ശക്തി പ്രാപിച്ച് ഈ ആത്മാവ് സ്വർഗത്തിൽ പറന്നെത്തുമെന്ന് ഉറപ്പല്ലേ അവിടെ തരുന്നത്? അടുത്ത 11-ാം തിരുവചനത്തിൽ പറയുക, അവൻ രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. അതായത് നിത്യനാശം, നരകത്തിന് നാം അർഹരാവുകയില്ല. ഇത് ഉറപ്പാണ്, ദൈവം തരുന്ന വാഗ്ദാനമാണ്. ഈ സമര പോരാട്ടത്തിൽ 3-ാമത് പറയുന്നുണ്ട്, അവന് ഞാൻ നിഗൂഢ മന്ന നൽകും. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മന്ന നൽകി. ഇതുപോലെ നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണം നൽകി നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനമല്ലേ അത്? നമുക്കും വിജയികളാകണ്ടേ? സ്വർഗത്തിലെത്തണ്ടേ? ഈ പോരാട്ടം വിജയമാക്കണ്ടേ? തിന്മയ്ക്ക് ഒരു ടാറ്റ പറയാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ വചനം നമ്മെ നയിക്കും. വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ദൈവാരാധന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. എല്ലാവരെയും കാത്ത് ദൈവത്തിന്റെ കൃപ ഇത് വർഷിക്കാൻ മുന്നിലുണ്ട്. നാം ആവോളം വാങ്ങി കുടിക്കുക, ഭക്ഷിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.